നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മാങ്ങാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. കോൺഗ്രസ് വിജയപുരം മണ്ഡലം കമ്മിറ്റിയുടെ ഉപവാസ സമരം. ഭരണങ്ങാനം ചീങ്കല്ല് ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലും കലുങ്കിലും ഇടിച്ച് അപകടം. ഡ്രൈവർ ഇടമറ്റം സ്വദേശി രാജേഷ് മരിച്ചു. 15 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ഡ്രൈവർ ഷുഗർ ലെവൽ താഴ്ന്ന് കുഴഞ്ഞു വീണ്. തിരുനക്കര ഒരുങ്ങി. മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഈ മാസം 15-ന് കൊടിയേറും. 21-ന് തിരുനക്കര പൂരം. പാമ്പാടി ഭക്തിസാന്ദ്രം. ചെറുവള്ളിക്കാവിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. ദേശതാലപ്പൊലി ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. മാങ്ങാനം സ്കൂൾ ജംഗ്ഷനിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ വിജയപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉപവാസം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാനം സ്കൂൾ ജംഗ്ഷനിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസ് വിജയപുരം മണ്ഡലം കമ്മിറ്റി ഉപവസിച്ചു. നിരവധി ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ലഹരി വിമോചന കേന്ദ്രവും അഗതി മന്ദിരവും ആശുപത്രിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഗ്രാമത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അപലപനീയമാണെന്ന് സമരക്കാർ പറയുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അധ്യക്ഷൻ മിഥുൻ ജി തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉപവാസം. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് ഇച്ഛാശക്തി ഉണ്ടാകണം, തീരുമാനങ്ങൾ ഉണ്ടാകണം. വലിയ ആർഭാടമായി സമ്മേളനം നടത്തിയാൽ പോരാ. ഒരാഴ്ചയായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത്. എത്ര ആർഭാടമാണ്! ലക്ഷങ്ങളിൽ കോടികളും ചെലവഴിക്കുന്നു. ഈ പണം എവിടെ നിന്നാണ്? സമാഹരിക്കുന്നു. ഈ പണം സമാഹരിക്കുന്നത് കേരളത്തിലെ മുതലാളിമാരുടെ സഹായങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാനം വലിയ ഭയാനകമായ അവസ്ഥയിലാണ്. നമുക്കെല്ലാം ഭയപ്പാടാണ്. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം.പി, ഡി.സി.സി ജനറൽ സെക്രട്ടറി എം.പി സന്തോഷ് കുമാർ, എസ് രാജീവ്, ഗിരീശൻ, സാം സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപവാസ സമരത്തിന്റെ സമാപനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. മിഥുൻ ജി തോമസിന് ഇളനീർ നൽകി നിർവഹിച്ചു. എവിക തീരുമാനിക്കുകയും ഇന്ന സ്ഥലം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ നൽകുന്നതിന് നാട്ടിലാളുകൾക്ക് വേണ്ടി ഒരു തർക്കമുണ്ട് എന്ന് വരികയും പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എളിക തീരുമാനിക്കുന്ന പരസ്യമായി പരസ്യപ്പെടുത്തി കെട്ടിടമെടുത്തതായും ജനങ്ങൾക്ക് അറിയട്ടെ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ഭരണങ്ങാനം ചീങ്കല്ല് ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മരത്തിലും കലുങ്കിലും ഇടിച്ച് ഡ്രൈവർ മരിച്ചു. ഇടമറ്റം സ്വദേശി രാജേഷാണ് മരിച്ചത്. 15 പേർക്ക് പരിക്കേറ്റു. ഓട്ടത്തിനിടെ ഡ്രൈവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഷുഗർ ലെവൽ താഴ്ന്നു പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാല ഭരണങ്ങാനത്തിന് സമീപം ഇടമറ്റത്ത് ബസ് നിയന്ത്രണം വിട്ട് തെങ്ങിലിടിച്ച ഡ്രൈവർ മരിച്ചു. ഇടമറ്റ സ്വദേശി രാജേഷ് എം.ജിയാണ് മരിച്ചത്. രാവിലെ 8:15 അപകടം. ചുറ്റുതോട് നിന്നും പാലായ്ക്ക് വന്ന കുറ്റാരപ്പള്ളി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവറുടെ ഷുഗർ താഴ്ന്നതാണ് അപകടത്തിന് കാരണമായി പറയുന്നത്. 3 പേരുടെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റവരെ സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവുത്സവത്തിന് ഒരുങ്ങി. ഈ മാസം 15-ന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 21-നാണ് തിരുനക്കര പൂരം. 22-ന് ദേശവിളക്കും. കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം മാർച്ച് 15-ന് കൊടിയേറി 24-ന് ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 15-ന് വൈകുന്നേരം 7 മണിക്ക് തന്ത്രി താഴ്മൺമഠം കണ്ഠരര് മോഹനരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറും. രാത്രി 8 മണിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.എസ്. പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. കലാപരിപാടികളുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എ. നിർവഹിക്കും. രണ്ടാം ഉത്സവ ദിനമായ മാർച്ച് 16 മുതൽ മാർച്ച് 20 വരെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഉത്സവബലി ഉണ്ടാവും. 7ാം ഉത്സവ ദിനമായ മാർച്ച് 21-നാണ് തിരുനക്കര പൂരം. രാവിലെ 9 മണിക്ക് ചെറുപൂരങ്ങൾക്ക് വരവേൽപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് കാരാപ്പുഴ CVN കളരിയുടെ കളരിപ്പയറ്റും വൈകിട്ട് 4 മണിക്ക് തിരുനക്കര പൂരാരംഭവും നടക്കും.
നടക്കും. പൂരത്തിന് ആരംഭം കുറിച്ച് തന്ത്രി കണ്ഠരര് മോഹനരര് ഭദ്രദീപം തെളിയിക്കും. 111 പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പഞ്ചാരിമേളം അരങ്ങേറും. 9ാം ഉത്സവ ദിനമായ മാർച്ച് 23-നാണ് പള്ളിവേട്ട. രാവിലെ 7:30 ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. 10ാം ഉത്സവ ദിനമായ മാർച്ച് 24-നാണ് ആറാട്ട്. രാവിലെ 8 മണിക്ക് അമ്പലക്കടവ് ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളിപ്പും 11-ന് തിരുനക്കര ക്ഷേത്രത്തിൽ ആറാട്ട് സദ്യയും നടക്കും. ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതാണ്. കലാപരിപാടികളുടെ ഉദ്ഘാടനം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നിർവഹിക്കുന്നതാണ്. അതുപോലെ തന്നെ സമാപന ദിവസം മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേരുന്നത് മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവர்களാണ്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് TC ഗണേഷ്, വൈസ് പ്രസിഡന്റ് പ്രദീപ് മന്നക്കുന്നം, സെക്രട്ടറി അജയ് T നായർ, ജനറൽ കൺവീനർ TC രാമാനുജം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ദേശതാലപ്പൊലി ഘോഷയാത്രകൾ സമാപിച്ചു. ദേവപ്രശ്നവിധി പ്രകാരം ഈ വർഷം മുതലാണ് ക്ഷേത്രത്തിൽ 4 കരകളിലെയും ഭക്തർ ഒത്തൊരുമിച്ച് താലപ്പൊലിയേന്തി ദേവീസന്നിധിയിൽ എത്തിയത്. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷം നടക്കുന്ന ആദ്യ ഉത്സവം കെങ്കേമമാക്കാനുള്ള പരിശ്രമത്തിലാണ് പാമ്പാടിയിലെ ഓരോ ഹിന്ദു സംഘടനകളും. ക്ഷേത്ര പുനർനിർമ്മാണ വേളയിൽ നടത്തിയ ദേവപ്രശ്നത്തിലാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 4 കരകളിൽ നിന്നും സ്ത്രീജനങ്ങൾ താലപ്പൊലിയേന്തി ക്ഷേത്രത്തിലെത്തി ദേവീദർശനം നടത്തണമെന്ന ദേവവിധിയുണ്ടായത്. ഇതിൻ പ്രകാരമാണ് കൊടിയേറ്റിന് പിറ്റേന്നാൾ മുതൽ ഓരോ ദിക്കിൽ നിന്നും ദേശതാലപ്പൊലികൾ ക്ഷേത്രത്തിലെത്തി തുടങ്ങിയത്. ആദ്യ ദിവസം ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ അറയ്ക്കൽ കൊട്ടാരത്തിൽ നിന്നുമാണ് താലപ്പൊലി ഘോഷയാത്ര എത്തിയത്. വ്രതശുദ്ധിയോടെ 100 കണക്കിന് സ്ത്രീജനങ്ങളാണ് അമ്മയുടെ താലപ്പൊലി ഘോഷയാത്രയിൽ അണിനിരന്നത്. രാത്രി ശീവേലി സമയത്താണ് ദേവിക്ക് ഭക്തർ തങ്ങളുടെ താലപ്പൊലി അർപ്പിക്കുന്നത്. മൂന്നാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് കങ്ങഴ, ഉപരിക്കൽ, കുമ്പന്താനം, ഇരുപ്പയ്ക്കൽ, മുളയക്കുന്ന് ഭാഗങ്ങളിൽ നിന്നുള്ള താലപ്പൊലി ഘോഷയാത്രയാണ് ക്ഷേത്രത്തിലെത്തിയത്. നിരവധി സ്ത്രീജനങ്ങൾ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. 4ാം ഉത്സവ ദിനമായ ഞായറാഴ്ച മൂലക്കര, ഓർവയിൽ, ചേന്നമ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള താലപ്പൊലി ഘോഷയാത്രയാണ് ദേവീ സന്നിധിയിലെത്തിയത്. അഞ്ചാം ഉത്സവ ദിനത്തിൽ ആലാമ്പള്ളി, പൊത്തൻപുറം, വെണ്ടകം, ചിറയംവയൽ, കളപ്പുരയ്ക്കൽ, ഇലക്കൊടിഞ്ഞി എന്നിവിടങ്ങളിൽ നിന്നുള്ള ദേശതാലപ്പൊലിയാണ് ക്ഷേത്രത്തിലെത്തിയത്. കൂടാതെ സെന്നിത്ത് വില്ലിയിൽ ബിജുശങ്കറും ശ്രീകലയും വഴിപാടായി സമർപ്പിക്കുന്ന ദേവിയുടെ ദാരുശില്പത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും താലപ്പൊലി ഘോഷയാത്രയ്ക്കൊപ്പം ക്ഷേത്രത്തിലെത്തി. 13-ാം തീയതിയാണ് കുംഭപൂരം. അന്നേ ദിവസം വിവിധ പാട്ടമ്പലങ്ങളിൽ നിന്നുള്ള കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തും. ഇതിനു മുന്നോടിയായുള്ള കുടപൂജ വിവിധ പാട്ടമ്പലങ്ങളിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും ആനയെ ഒഴിവാക്കി കോട്ടയം കുമരകം കുമാരമംഗലം ക്ഷേത്രത്തിലെ തിരുവുത്സവം. ആന എഴുന്നള്ളിപ്പിന് വേണ്ടി വരുന്ന തുക ഭവനരഹിതനായ വ്യക്തിക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗിക്കും. സമീപകാലത്ത് ക്ഷേത്രോത്സവത്തിനിടെ ആന വരുത്തിവെച്ച അപകടങ്ങൾ ഉൾക്കൊണ്ടാണ് ഇത്തവണ കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകളിൽ നിന്ന് ആനയെ ഒഴിവാക്കിയത്. 8 ദിവസത്തെ ഉത്സവത്തിൽ 7 ദിവസവും ആന എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളിൽ നിന്നെല്ലാം ഇത്തവണ ആന എഴുന്നള്ളിപ്പ് ഒഴിവാക്കി. ഈ തുക കൊണ്ട് കുമരകത്തെ 4 SNDP ശാഖകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് വീട് വെച്ച് നൽകും. ആനയ്ക്ക് പകരം ജീവിത എന്ന പല്ലക്കിലാണ് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ചത്. ദേവസ്വം ട്രഷറർ PG ചന്ദ്രനാണ് ജീവിത വഴിപാടായി നിർമ്മിച്ചു നൽകിയത്. ആന എഴുന്നള്ളിപ്പ് ക്ഷേത്രാചാര ചടങ്ങുകൾ ആയി നമ്മൾ കണക്കാക്കുന്നതായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഭരണസമിതി വന്നപ്പോൾ ഒരു പുതിയ തീരുമാനം എടുത്താൽ അതിനോട് യോജിക്കാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. കാരണം ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അതിനോട് യോജിപ്പില്ലെന്നുള്ള എൻ്റെ ഒരു അറിവ്.
അതിപ്പോൾ അത് ആന വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ മറ്റു പറയാനായിട്ട് ഒക്കത്തില്ലല്ലോ. അതേസമയം ആന എഴുന്നള്ളത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭക്തർ പ്രതികരിച്ചു. നിയന്ത്രണങ്ങൾ പാലിച്ച് ആനയെ എഴുന്നള്ളിക്കണമെന്ന് ചിലർ വാദിച്ചു. ആനയെ ഉത്സവത്തിന് ഒഴിവാക്കിയത് വളരെ സന്തോഷമാണ്. നമ്മുടെ എല്ലാത്തിനും നല്ല ഒരിതാണ്. നമ്മൾ പേപ്പറിലൂടെയും പിന്നെ ടിവിയിലൂടെയൊക്കെ കാണുന്നില്ല ആന ഇടഞ്ഞ് അപകടങ്ങളും മരണങ്ങളും എല്ലാം സംഭവിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഷർട്ട് ധരിച്ച് ക്ഷേത്രദർശനം കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയതും കുമരകം കുമാരമംഗലം ക്ഷേത്രത്തിലാണ്. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രം വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിൽ വരുത്തുന്നതിലും മുൻപിൽ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. TR രഘുനാഥൻ CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായേക്കും. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് TR രഘുനാഥൻ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കും രഘുനാഥൻ എത്തുമെന്ന് ഉറപ്പായത്. ജില്ലാ സെക്രട്ടറിയായിരുന്ന AV റസലിന്റെ മരണത്തെ തുടർന്ന് പുതിയ സെക്രട്ടറിയായി പരിഗണിച്ചിരുന്നത് TR രഘുനാഥനെയായിരുന്നു. ഈരാറ്റുപേട്ടയിൽ വൻതോതിൽ സ്ഫോടക വസ്തു പിടികൂടി. കുഴിവേലിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചത്. കട്ടപ്പനയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയ ഷിബിലിയും കൂട്ടാളിയുമാണ് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഈരാറ്റുപേട്ട നടക്കൽ കുഴിവേലിൽ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ നിന്ന് വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടി. സ്ഫോടക വസ്തുക്കളുമായി കട്ടപ്പനയിൽ നിന്നും പിടികൂടിയ ഷിബിലിയും കൂട്ടാളിയുമാണ് ഈ കെട്ടിടം ഇവിടെ വാടകയ്ക്ക് എടുത്തിരുന്നത്. കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കോട്ടയം തീക്കോയ സ്വദേശി മുഹമ്മദ് ഫാസിലാണ് അന്ന് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ഈരാറ്റുപേട്ട സ്വദേശി ഷിബിലിക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയിരുന്നത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വണ്ടർമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ ഷിബിലിയുടെ ജീപ്പിൽ നിന്നും 300 ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തിരുന്നു. ജില്ലയിലെ അനധികൃത പാറമടകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. ഇതിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസ് ഗോഡൌണിൽ നടത്തിയ പരിശോധനയിലും ജലാറ്റിൻ സ്റ്റിക്കുകളും ഇലക്ട്രിക് നോൺ ഇലക്ട്രോണിക് ഡിറ്റനേറ്ററുകൾ ഉൾപ്പെടെ നിരവധി സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, പാല. വ്യത്യസ്തമായ പരിപാടികളുമായി പള്ളിക്കത്തോട് ഡോക്ടർ മിനീസ് ലേഡീസ് ക്ലബിന്റെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം. വാഴൂർ ഏഞ്ചൽസ് വില്ലേജിലെ ദിവ്യാംഗരായ കുട്ടികൾക്കൊപ്പമായിരുന്നു ആഘോഷം. ആനിക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡോക്ടർ മിനീസ് ലേഡീസ് ക്ലബിന്റെ വാർഷികവും അന്താരാഷ്ട്ര വനിതാ ദിനവും സംയുക്തമായി ആഘോഷിച്ചു. വാഴൂർ ഏഞ്ചൽസ് വില്ലേജിലെ ആശാനിലയം സ്കൂളിൽ ദിവ്യാംഗരായ കുട്ടികൾക്കൊപ്പമാണ് വനിതാ ദിനവും വാർഷികവും ആഘോഷിച്ചത്. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ഭാനു അശോകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഏഞ്ചൽസ് വില്ലേജ് ഡയറക്ടർ റവറന്റ് ഫാദർ റോയി മാത്യു വടക്കേൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് തങ്ങളുടെ സഹജമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീസഹജമായ ഒരു പ്രത്യേകത സ്ത്രീക്കുള്ളതുകൊണ്ട് അത് ഏറെ നല്ലതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്ത്രീക്ക് സഹജമായ പ്രത്യേകതകളൊന്നുമില്ല, സ്ത്രീ ഈ പുരുഷനും വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞു. അത് അന്നും ഇന്നും ഞാൻ അംഗീകരിക്കുന്നില്ലാത്തൊരു കാര്യമാണ്. സ്ത്രീക്ക് പുരുഷനാകാൻ സാധിക്കുകയില്ല, പുരുഷൻ സ്ത്രീയുമാകാൻ സാധിക്കുകയില്ല. സ്ത്രീക്ക് സ്ത്രീയുടെ പ്രത്യേകതയുണ്ട്, പുരുഷന് പുരുഷൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് സ്ത്രീ പുരുഷനാവുകയും പുരുഷൻ സ്ത്രീ ആവുകയില്ല. എന്റെ പരിമിതമായ അറിവിൽ സഹജമായ നന്മ നിലനിർത്തി പോകുമ്പോഴാണ് നമ്മുടെ ലോകം നന്നാകുക. സമ്മേളനത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ ജെ പ്രമീള ദേവി ക്ലബിന്റെ വനിതാ രത്നം 2025 അവാർഡ് സ്വീകരിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. ഡോക്ടർ മിനീസ് ക്ലബിലെ ആചാര്യന്മാരെ ആദരിക്കുകയും മികച്ച ക്ലബ് അംഗങ്ങൾക്കും കുട്ടികൾക്കുമുള്ള പാരിതോഷികങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. വാഴൂർ പഞ്ചായത്ത് അംഗം VP റെജി, കാർട്ടൂണിസ്റ്റ് പ്രസന്നൻ ആനിക്കാട്, സിസ്റ്റർ ലിറ്റി സേവ്യർ, അഭിലാഷ് S, ആശ ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ ടൗൺ ഭാഗത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിവന്ന നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ പാലാ രാമപുരം പുളിക്കൽ വീട്ടിൽ അരുൺ PS-നെ എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു. നിരവധി തവണ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഏറ്റുമാനൂർ ഭാഗത്തു നിന്നും കഞ്ചാവ് വാങ്ങിയ ശേഷം പാലാ ടൗൺ ഭാഗത്തുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമാണ് ഇയാൾ കഞ്ചാവ് നൽകി വന്നിരുന്നത്. BMS പാമ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി. BMS പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ P, പാമ്പാടി മേഖലാ സെക്രട്ടറി PE സോമൻ, മേഖലാ ഖജാൻജി ഹരിപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മാങ്ങാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിൽ പ്രതിഷേധം വ്യാപകം. കോൺഗ്രസ് വിജയപുരം മണ്ഡലം കമ്മിറ്റിയുടെ ഉപവാസ സമരം.
ഭരണങ്ങാനം ചീങ്കല്ല് ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലും കലുങ്കിലും ഇടിച്ച് അപകടം. ഡ്രൈവർ ഇടമറ്റം സ്വദേശി രാജേഷ് മരിച്ചു. 15 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ഡ്രൈവർ ഷുഗർ ലെവൽ താഴ്ന്ന് കുഴഞ്ഞു വീണ്. തിരുനക്കര ഒരുങ്ങി. മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഈ മാസം 15-ന് കൊടിയേറും. 21-ന് തിരുനക്കര പൂരം. പാമ്പാടി ഭക്തിസാന്ദ്രം. ചെറുവള്ളിക്കാവിലെ തിരുവുത്സവം അവസാന നാളുകളിലേക്ക്. ദേശതാലപ്പൊലി ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.